ഹായ് എവ്രിവൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉപ്പൂറ്റി വേദനയെക്കുറിച്ചിട്ട് തന്നെയാണ്. ഉപ്പൂറ്റി വേദന ഉണ്ടാവാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് ഉപ്പൂറ്റി വേദന ഉണ്ടാവാനുള്ള ഒരു കാരണം. അതല്ലാതെ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന വേറെ രണ്ട് സിറ്റുവേഷൻ കൂടെ ഉണ്ട്, വേറെ രണ്ട് കണ്ടീഷൻ കൂടെ ഉണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കാലിതാണെങ്കിൽ നമ്മുടെ കാലിനെ മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ കാലിൻ്റെ ബാക്കിലുള്ള മസിലാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മസിലിൻ്റെ നൂല് പോലത്തെ ഭാഗം അഥവാ ടെൻഡൻ വന്ന് കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഉപ്പൂറ്റിയിലാണ്, ഉപ്പൂറ്റി ബോണിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെൻഡന് വരുന്ന നീർക്കെട്ടും നമുക്കപ്പോൾ ഉപ്പൂറ്റി വേദന ഉണ്ടാവാനുള്ള ഒരു കാരണമാകാം. അത്ലറ്റ്സിലൊക്കെ കൂടുതലായിട്ട് ഇത് കാണാം. അതായത് നമ്മൾ ഒരുപാട് ഓടുക, ചാടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു മസിലിന് സ്ട്രെയിൻ ഉണ്ടാവുകയും അത് കാരണം നമുക്കിതിൻ്റെ വേദനയും ലക്ഷണങ്ങളും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് ഈ ഒരു ഉപ്പൂറ്റി വേദന ഉണ്ടാവാം. അതുകൂടാതെ തന്നെ നമ്മുടെ കാലിൻ്റെ ബാക്കിൽ ഈ ഒരു ടെൻഡൻ, ആ ഒരു ടെൻഡൻ വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഒരു തൊടുമ്പോഴുള്ള വേദന നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ അവിടെ നീരൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടെൻഡന് വരുന്ന ഈ നീർക്കെട്ടിന് പറയുന്ന പേരാണ് നമ്മൾ ടെൻഡോ അക്യുലൈറ്റിസ് എന്ന്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത ഐസ് ക്യൂബ്സ് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആ ഒരു നീര് കുറയ്ക്കാനും പിന്നീട് വേദന കുറയ്ക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടുതൽ ആൾക്കാരും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് ഡേയ്സിൽ അധികം സ്പോർട്സ് ഒന്നും ചെയ്യില്ല. പക്ഷെ വീക്കെൻഡ് ആകുമ്പോഴത്തേക്കിന് നമ്മൾ പെട്ടെന്ന് ഒരുപാട് സ്പോർട്സും അല്ലെങ്കിൽ പെട്ടെന്ന് വലിയ എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ചെയ്യുന്നവരിൽ ഇത് കൂടുതലായിട്ടും കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ പതുക്കെ തുടങ്ങുക. അതുപോലെ തന്നെ വാമപ്പ് ഒക്കെ ഒന്ന് ചെയ്തിട്ട് വേണം നമ്മൾ എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്യാനായിട്ട് തുടങ്ങാൻ. ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത് വേദന കൂടുന്നത് രാവിലെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ മൈൽഡായിട്ടുള്ള ചെറിയ വർക്കൊക്കെ ചെയ്യുകയാണ്, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ വേദന ഗ്രാജുവലി കുറയുന്നതായിട്ടും, പക്ഷെ ഹെവി ആയിട്ട് കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ വേദന വളരെയധികം കൂടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമ്മൾ കൂടുതലായിട്ടും കാണുന്ന മറ്റൊരു കണ്ടീഷനാണ് നമ്മുടെ കാലിൻ്റെ ബാക്കിലത്തെ ആ ഒരു ഹീൽ ബോണിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒരു പ്രൊജക്ഷൻ പോലെ ഒരു ചെറിയൊരു മുള്ള് പോലെയൊക്കെ ഒന്ന് ഉന്തി നിൽക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നത് കാൽക്കേനിയസ് സ്പർ അഥവാ ഹീൽ സ്പർ എന്നൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസും നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പ്ലാന്റാർ ഫേഷ്യാറ്റിസിൻ്റെ സിംറ്റംസും ഒരേപോലെയുള്ള സിംറ്റംസ് ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇതുണ്ടാവാനുള്ള കാരണങ്ങളും പലപ്പോഴും ഒരേ കാരണങ്ങൾ തന്നെ ആവാം. അതായത് ഹൈ ഹീൽഡ് ആയിട്ടുള്ള ചെരുപ്പ് യൂസ് ചെയ്യുന്നത് കാരണം നമ്മുടെ ബോഡിയിലുള്ള വെയിറ്റ് ഈക്വലായിട്ടല്ല കാലിലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവാനും അത് കാരണം നമുക്ക് കാൽക്കേനിയസ് സ്പർ പോലെയുള്ള കണ്ടീഷൻ ഡെവലപ്പായിട്ട് വരാനും ഉള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പെയിൻ മാറാനും ഈ ഒരു നീരിനൊക്കെ ഒന്ന് ഒരു ഭേദം വരാനുമായിട്ട് നമുക്ക് കുറച്ച് ലൈറ്റ് ചൂടുള്ള വെള്ളത്തിലും അത് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിലായിട്ട് മാറി മാറി നമ്മുടെ കാലുകൾ മുക്കി വെക്കാം. ഇത് നമ്മുടെ നീര് പോവാനും ഈ ഒരു വേദനയൊക്കെ ഒന്ന് കുറയാനായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഉപ്പൂറ്റി വേദന ഏതും ആയിക്കോട്ടെ, നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഓവർ വെയിറ്റ് ആണെങ്കിൽ അമിതവണ്ണം കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ ഒരു വേദന നമുക്ക് വീണ്ടും വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന ചെരുപ്പ് ശ്രദ്ധിക്കണം. അതായത് ഹീൽസ് നമ്മൾ കമ്പൽസറി ആയിട്ട് അവോയ്ഡ് ചെയ്യണം. അതുകൂടാതെ തന്നെ കാലിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതേസമയം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ചെരുപ്പ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇരുന്നിട്ടുള്ള എക്സസൈസ്, കാലൊന്ന് ഇങ്ങനെ മടക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്നതും വിരലുകൾ മടക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ലൈറ്റായിട്ടുള്ള ഒരു എക്സസൈസൊക്കെ നമുക്ക് ഇതൊക്കെ വേദനയുള്ള സമയത്ത് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. വേദന മാറിക്കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. കാരണം കാലിൻ്റെ ഉപ്പൂറ്റി വേദന ഏതും ആയിക്കോട്ടെ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പ്ലാന്റാർ ഫേഷ്യാറ്റിസ് അതല്ലെങ്കിൽ ടെൻഡോ അക്യുലൈറ്റിസ്, അതായത് ആ ടെൻഡന് വരുന്ന ഇൻഫ്ലമേഷൻ, അതും അല്ലെങ്കിൽ കാൽക്കേനിയസ് സ്പർ, എല്ലാത്തിനും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവലി ഈ ഒരു മസിൽസിനെയും നമ്മുടെ കാലിൻ്റെ താഴത്തെ ആ ഒരു വളവിനെയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന മസിൽസിനെയൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഈ ഒരു എക്സസൈസ് കൊണ്ട്. അപ്പോൾ ഈ ഒരു എക്സസൈസൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. അതായത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ്, നമ്മുടെ കാലിൻ്റെ മുൻഭാഗം ഊന്നി, അതായത് വിരലുകൾ ഊന്നി നിൽക്കുക. അപ്പോൾ ഇതിന് ഹീൽ റൈസ് എക്സസൈസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗം ഉയർന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. കുറച്ച് സെക്കൻഡുകൾ ഇങ്ങനെ നിന്നിട്ട് തിരിച്ച് ബാക്ക് ടു നോർമൽ പൊസിഷനിൽ പോയിട്ട് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാം. മറ്റൊന്ന്, നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് ഒരു ബോൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു പൈപ്പ് പോലെ
അങ്ങനെ ഒരു ആകൃതിയിലുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അത് നമ്മുടെ കാലിൻ്റെ താഴെ വെച്ചിട്ട് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പാദത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അതിൽ അമരുന്നത് പോലെ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ഉരുട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഗോലികളില്ലേ, അത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് നമ്മുടെ കാലിൻ്റെ മുൻഭാഗം ഉപയോഗിച്ചിട്ട്, പാദത്തിൻ്റെ മുൻഭാഗം ഉപയോഗിച്ചിട്ട് ഈ ഒരു ഗോലികൾ പെറുക്കി ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെക്കാം. നമുക്കൊരു രോഗം വന്നിട്ട് അത് ചികിത്സിച്ച് ഭേദമാക്കുന്നതിലും നല്ലത് രോഗം വരാതെ നോക്കുന്നതിനാണ് എന്നുള്ളത് എല്ലാവരും ഓർക്കുമെന്ന് വിശ്വസിക്കുന്നു. സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി.